പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മുടി ഇതാ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മുടി ഇങ്ങനെ കയ്യിൽ പൊഴിഞ്ഞു വരിക, പിന്നെ നമ്മുടെ നെറ്റിയൊക്കെ കയറിയിരിക്കുക, പിന്നെ മുടി ഒരു പ്രത്യേക പോർഷനായിട്ടൊക്കെ പൊഴിഞ്ഞു പോവുക, മുടി ഒട്ടും കിളുക്കുന്നില്ല എന്നൊക്കെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പായ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ എന്താ പറയുക, ഈ ഒരു പായ്ക്ക് എനിക്ക് ശരിക്കും നന്നായിട്ട് വർക്കായി ഉള്ളിട്ടുള്ളൊരു പായ്ക്കാണ്. ഒരു മാസത്തോളമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ മുടികൾ കിളിർത്ത് വരുന്നുണ്ട് ഈ ഒരു പോർഷൻ. എനിക്ക് ശരിക്കും എൻ്റെ തലയോട്ടി കാണുന്ന ടൈപ്പായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ശരിക്കും എനിക്ക് ഒരുപാട് ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം നമ്മൾ ചെയ്യുന്ന പായ്ക്കൊക്കെ നമ്മുടെ മുടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുകയും അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ചെറിയ മുടികൾ കിളിർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി കിളിർക്കാനും ഒക്കെ സഹായിക്കുന്നൊരു പായ്ക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പായ്ക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് മറ്റുള്ളവർക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻസ് ആയിട്ടും ചെയ്തറിയിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പായ്ക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിന് പകരം സവാളയാണെങ്കിലും മതി, പക്ഷേ കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൾഫർ കണ്ടൻറ്റ് നന്നായിട്ട് മുടി വളരാനായിട്ട് സഹായിക്കും. നമുക്കിനി ഒരു കൊച്ചുള്ളി നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിലേക്കൊരു 2 ടീസ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു നീര് നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് അരച്ചെടുത്തത് ഇതേപോലെ നമ്മൾ അരച്ചെടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നീരൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് അരച്ചെടുത്തതിനകത്തോട്ട് നമ്മളൊരു ടേബിൾ സ്പൂണോളം നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ, നമ്മളിപ്പോൾ സാധാ വെളിച്ചെണ്ണയാണെങ്കിൽ അത്, കാച്ചിയ വെളിച്ചെണ്ണയാണെങ്കിൽ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. അതിലൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതിനെ നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് തന്നെ അത് തിളയ്ക്കുമ്പോഴത്തേക്കും അതൊരു ജെല്ല് ഫോമിൽ കിട്ടുമല്ലോ, ആ ഒരു സമയം വരെ തിളപ്പിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്ലാക്സ് സീഡ് തിളപ്പിച്ച് അപ്പോഴേ തന്നെ അരിച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ലത്. പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ജെല്ലായിപ്പോവും. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഈ ഒരു ഫ്ലാക്സ് സീഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാക്ക് നമുക്ക് മുടി നല്ല സ്ട്രോങ് ആയിട്ടും തിക്കായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ താരനുണ്ടെങ്കിൽ അത് മാറാനും ചെറിയ മുടികൾ കിളിർത്ത് വരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് സൾഫർ കൊളാജൻ്റെ പ്രൊഡക്ഷനെ കൂട്ടും. കൊളാജൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ സെൽസ് ഉണ്ടായിട്ട് അതുവഴി നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. ഇത് തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു മൈൽഡ് ഷാമ്പു ഇട്ട് കഴുകിക്കളയുക. കാരണം ഉള്ളിയുടെ സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഷാമ്പു ഇട്ട് തന്നെ കഴുകിക്കളയാം. ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഈ ഒരു പാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു മാസമൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തലയോട്ടിയിലൊക്കെ ചെറിയ മുടികൾ കിളിർത്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നൊരു പായ്ക്കാണ്. അതുപോലെ തന്നെ മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തവരാണെങ്കിൽ ഈ ഒരു പായ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുന്നതായിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ നല്ലൊരു പായ്ക്കാണ്, ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ടൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക, മറ്റുള്ളവർക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരെ ബൈ.